ഇക്ബാൽ, ഏറെ ദാരുണമായ അപകടം തന്നെ. സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ 3 ജീവനുകളാണ് കവർന്നിരിക്കുന്നത്. 3 പേരും വിദ്യാർത്ഥികളാണ് എന്ന വിവരം കൂടിയാണ് നമുക്ക് ഇസാഫ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത്. വിനീത, നിലവിൽ നാട്ടുകാർക്കും അതുപോലെ ഇവിടെയുള്ള പ്രദേശവാസികൾക്കുമുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആരെങ്കിലും ഈ വാഹനത്തിനടിയിലോ അല്ലെങ്കിൽ വാഹനം മറിഞ്ഞു കിടക്കുന്ന സിമൻറ്റ് ചാക്കുകൾക്കിടയിലോ പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിനടിയിൽ നിലവിൽ കൂടുതൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം മാറ്റിയതിന് ശേഷം ഇവിടെ താഴത്തുണ്ടായിരുന്ന സിമൻറ്റ് ചാക്കുകളെല്ലാം നാട്ടുകാരുടെ നേതൃത്വത്തിൽ എടുത്തു മാറ്റി. അതിനുശേഷം താഴെ വിശദമായി തന്നെയുള്ള പരിശോധനയാണ് നിലവിൽ നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും നടത്തുന്നത്. ആരും തന്നെ കൂടുതലായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ മേഖലയിൽ അപകടം സംഭവിച്ച മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്, നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇവിടെ ചാക്കുകൾ, അതായത് മണ്ണും ചാക്കെല്ലാം മാറ്റിക്കൊണ്ട് പിന്നെ ഇത്, അതായത് ഈ വാഹനം മാറ്റുന്നതിനിടയിൽ തൊട്ടപ്പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു വശത്തുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അപകടത്തിൽപ്പെട്ട വാഹനം തിരിക്കുന്നതിനിടയിൽ ഉണ്ടായ ചെറിയ ശബ്ദ കൊലകളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും നാട്ടുകാരുടെ സംശയം പോലെ തന്നെ ഇവിടെ പരിശോധിച്ചു. ആ പരിശോധനയിൽ ആരും തന്നെ കൂടുതലായി കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് കടന്നതായാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത്. ഏതായാലും വാഹനം ഉയർത്തുന്നുണ്ട്. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. സിമൻറ്റ് കയറ്റി വന്ന, അതായത് മുഴുവൻ ലോഡും കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞിരിക്കുന്നത്. 3 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. അഷ്ഹർ, എന്താണ് വിശദാംശങ്ങൾ? ഏറെ ദാരുണമായ അപകടം തന്നെയാണ്. 3 പേരുടെ, അതും 3 വിദ്യാർത്ഥികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. വിനീത, 3ാമത്തെ വിദ്യാർത്ഥിയുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 വിദ്യാർത്ഥികളുടെ മൃതദേഹമാണ് ഇപ്പോൾ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ആദ്യ 2 വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു. അവരുടെ ജീവൻ ഇവിടെ എത്തുമ്പോഴേക്ക് നഷ്ടമായിരുന്നു. 3ാമത്തെ വിദ്യാർത്ഥി ഇതുപോലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മധ്യയാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത്. അങ്ങനെ തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലുള്ള 3 വിദ്യാർത്ഥികളുടെ മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ നാടിനെ തന്നെ നടുക്കിയ ഒരു ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സ്കൂൾ വിട്ട് മടങ്ങുന്ന വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് ഇത്തരത്തിൽ കരിമ്പ പനയമ്പാടം വളവിൽ വെച്ച് ഇത്തരത്തിൽ ലോറി മറിഞ്ഞ് വിദ്യാർത്ഥികളുടെ മുകളിലൂടെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആദ്യഘട്ടത്തിൽ 3ഓളം വിദ്യാർത്ഥികളെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് JCB അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ലോറി ഉയർത്താനുള്ള ശ്രമം നടത്തുകയും മറ്റുള്ളവരെ കൂടി അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിലുള്ള ഒപ്പമുള്ള അവിടെയുള്ള നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ പലതവണ ഇത്തരത്തിൽ ഗുരുതരമായി വാഹനാപകടം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പനയമ്പാടം വളവ് എന്ന് പറയുന്നത്. പ്രദേശവാസികളൊക്കെ തന്നെ അപകട വളവ് എന്നുള്ള രീതിയിൽ തന്നെ ഈ പനയമ്പാടം പ്രദേശത്തെ പറയാറുണ്ടായിരുന്നു. വലിയൊരു കയറ്റം ഇറക്കം ഇറങ്ങിയതിന് ശേഷം തുടർച്ചയായി 3ഓളം വളവുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പനയമ്പാടം എന്ന് പറയുന്നത്. ദേശീയപാതയുടെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് ശേഷം ഈ മേഖല സ്ഥിരമായി വാഹനാപകടത്തിന് വേദിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും വലിയ അതിൻ്റെ പേരിൽ നാട്ടുകാരൊക്കെ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരന്തരം മഴ പെയ്യുമ്പോഴെല്ലാം തന്നെ വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നി മാറി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ നാട്ടുകാരുടെ ഭാഗത്ത് പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നും ഈ അപകടത്തിന് തൊട്ട് മുമ്പ് പ്രദേശത്ത് ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരം. അത്തരത്തിൽ ഈ മഴ പെയ്തത് മൂലം റോഡിലുണ്ടായ തെന്നൽ തന്നെ ആയിരിക്കാം ഈ വാഹനം മറിയുന്നതിന് കാരണമായിട്ട് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധി സമാന അപകടങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഒരു തവണ KSRTC അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി വാഹനാപകടങ്ങൾക്ക് സ്ഥിരമായി മേഖലയാവുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കരിമ്പ പഞ്ചായത്തിലെ കരിമ്പ പള്ളിപ്പടിക്ക് തൊട്ട് ശേഷമുള്ള ബസ് സ്റ്റോപ്പ് കൂടിയായിട്ടുള്ള ഈ പനയമ്പാടം എന്ന് പറയുന്ന പ്രദേശം.